ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഇന്നത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ ഓൾറെഡി ഉള്ള A+ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഉള്ള വീഡിയോ പ്ലേലിസ്റ്റ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്നത്തെ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എന്ത് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോസൊക്കെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പൊതുവേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നു മോഡൽ എക്സാം ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ ഫൈനൽ എക്സാം ടഫ് ആവോ. അങ്ങനെ ഇപ്പോൾ മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് ഫൈനൽ എക്സാം ടഫ് ആവണമെന്നില്ല. ബട്ട് എനിവേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും വേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ, അതായത് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെന്നുള്ള രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെ പ്ലേലിസ്റ്റ് കണ്ടവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഡു വൈൽ ലൂപ്പാണ് അല്ലേ. ആൻഡ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ പ്രോഗ്രാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാംസ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക അല്ലേ, ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നതിനല്ലേ അത് പറയാം. അതായത് അതിൻ്റെ ആൻസർ എന്താണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ് കേട്ടോ. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അല്ലേ ആ ഒരു പ്രോസസ്സിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് മോഡുലറൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മോഡുലറൈസേഷൻ എന്ന് എഴുതിയവർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് URLൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. URLൻ്റെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നതാണ്. ഓക്കെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് എ സ്ക്രിപ്റ്റ് അല്ലേ. ജാവ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് ടാഗാണ്. പലതവണ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഏത് SQL കമാൻഡാണ് ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ടേബിളിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് DESC കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ചില ആളുകൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് അടിക്കുമ്പോൾ ടേബിൾ ഫുള്ള് കിട്ടുമല്ലോ, അപ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ സെലക്ട് കമാൻഡാണ് എന്ന് ഒരുപക്ഷെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിലുള്ള ടപ്പിൾസ് കാണാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ടേബിളിൽ എന്തൊക്കെ കോളംസ് ഉണ്ട്, ഓരോ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആൻസർ DESC അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നുള്ളതാണ്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ERP സോഫ്റ്റ്വെയർ പാക്കേജസ് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഒഡു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ERP പാക്കേജിൻ്റെ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ആണ്. 7 മുതൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അറേ ട്രാവേഴ്സൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈച്ച് എലമെൻറ്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ്, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യുന്നതിനാണ് അറേ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് അറേ എന്താണ്. 10 ലൊക്കേഷൻസ് ഉള്ള അറേ ആണെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റിൽ എന്താ ഉണ്ടാവുക, ലാസ്റ്റ് എലമെൻറ്റിൻ്റെ സബ്സ്ക്രിപ്റ്റ് എന്താ ഉണ്ടാവുക, 9 ആണ് ഉണ്ടാവുക അല്ലേ. നിങ്ങളിപ്പോൾ ഈ ഒരു അറേ നോക്ക്, ഈ അറയിൽ 5 ആണ് സൈസ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് എത്രയായിരിക്കും, 4 ആയിരിക്കും അല്ലേ. അപ്പോൾ അറേൻ്റെ സൈസ് 10 ആണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണ്, ഒബ്വിയസ്ലി 9 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാവേഴ്സൽ ഓപ്പറേഷൻ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം ക്വസ്റ്റ്യനിൽ. അതായത് ഡിസ്പ്ലേ എലമെൻറ്റ്സ് ഓഫ് ദി അറേ അല്ലേ, അറേൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്ന ട്രാവേഴ്സൽ ഓപ്പറേഷൻ എക്സാമ്പിളാണ്. എക്സാമ്പിൾ എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. കാരണം ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, എക്സാമ്പിൾ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമ്പിൾ എഴുതി തന്നെ ശീലിക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമുക്ക് മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഐഡിയയോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ കൂടെ എഴുതി കഴിഞ്ഞാൽ പേപ്പറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്താണ് കുറച്ചും കൂടി ഇമ്പ്രഷനാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്
പറഞ്ഞ ഒരു ചോദ്യമാണ് സ്റ്റാറ്റിക്കിൻ്റെ ഡൈനാമിക് വെബ് പേജിൻ്റെ ഡിഫറൻസ്. ഇത് വെറും 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്ത് 4 പോയിൻറ്റ്സ് പഠിക്കാറുണ്ട്. അതിൽ 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അതായത് 2 വ്യത്യാസങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് നമുക്ക് പറയാം, സ്റ്റാറ്റിക്കിൽ കണ്ടൻറ്റും ലേഔട്ടും ഫിക്സഡ് ആണ്, ഇവിടെ ചേഞ്ച് ചെയ്യും അല്ലേ. എന്നാൽ സ്റ്റാറ്റിക് വെബ് പേജ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് ഡൈനാമിക് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് ഈസി ടു ഡെവലപ്പ് ആണ്, ഇത് പ്രോഗ്രാമിംഗ് സ്കിൽസ് വേണം ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇതും ഒരു സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ തന്നെയാണ്. കണ്ടെയ്നർ ടാഗ് ഏതാണ്, എം ടി ടാഗ് ഏതാണ്. നമുക്കറിയാം ഇതിൽ ബി ടാഗും അതുപോലെ തന്നെ HR ടാഗും അതുപോലെ തന്നെ BR ടാഗും, ഇത് 3ഉം എന്ത് ടാഗുകളാണ്? സോറി, ബി ടാഗ് എന്ന് പറയുന്നത് കണ്ടെയ്നർ അല്ല അല്ലേ, ഇത് ബോൾഡ് അല്ലേ. ഓക്കെ, ഇത് ബോൾഡാണ്. സോറി, ബി ടാഗ് എന്ന് പറയുന്നത് MT അല്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇതാ, ഈ ബി ടാഗും അതുപോലെ തന്നെ P ടാഗും, ഇത് രണ്ടും ബി എന്തിനാ, ബോൾഡാക്കാൻ അല്ലേ, P എന്തിനാ, പാരഗ്രാഫ് കൊടുക്കാൻ. ഇത് രണ്ടും എന്ത് ടാഗുകളാണ്? കണ്ടെയ്നർ ടാഗുകളാണ്. ഇത് രണ്ടും കണ്ടെയ്നർ ടാഗുകളാണ്. എന്നാൽ ബാക്കിയുള്ളത് രണ്ടും, അതായത് ഇപ്പോൾ ഇതാ ഈ HR-ഉം അതുപോലെ തന്നെ BR-ഉം അല്ല, ഇത് രണ്ടും എന്ത് ടാഗുകളാണ്? ഇത് രണ്ടും എന്ത് ടാഗുകളാണ്? MT ടാഗുകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. B എന്ന് കാണുമ്പോഴേക്ക് ഇത് BR ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, കാരണം BR സെപ്പറേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, HR-ഉം BR-ഉം എന്താണ്? MT ടാഗാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ MT ടാഗുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഐഡൻറ്റിഫൈ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിത്ത് എ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ടെക്സ്റ്റ് കളറിനും വേണ്ടിയിട്ട് അതിനുള്ള ആട്രിബ്യൂട്ടുകൾ എഴുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സാണ്? ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ ഏത് ആട്രിബ്യൂട്ട് വേണം? BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വേണം അല്ലേ, ഒന്ന്. പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ ഏത് ആട്രിബ്യൂട്ട് വേണം? ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് വേണം അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. BG കളർ, ടെക്സ്റ്റ്, ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ആ കോഡ് അങ്ങ് എഴുതി കൊടുത്താൽ പെർഫെക്റ്റ് ആയില്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഡും കൂടെ എഴുതി കൊടുക്കുക. ജസ്റ്റ് ബോഡി BG കളർ, ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളർ വരണം എന്ന് പറഞ്ഞത് ബ്ലൂ കളർ, BG കളർ ഈക്വൽ ടു ബ്ലൂ. എൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ഏതാണെന്ന് പറഞ്ഞത് വൈറ്റ്, അപ്പോൾ ടെക്സ്റ്റ് ഈക്വൽ ടു വൈറ്റ് എന്ന് കൊടുത്താൽ മതി. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് മാത്രമല്ലേ ഇവിടെ പറയുന്നുള്ളൂ, ഐഡൻറ്റിഫൈ ദ ആട്രിബ്യൂട്ട്സ് എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആട്രിബ്യൂട്ട്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ലിങ്കിങ് എക്സ്റ്റേണൽ ലിങ്കിങ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ A+ സീരീസിൻ്റെ വീഡിയോയിൽ ചെയ്തതാണ്. എല്ലാം വീഡിയോയിൽ ചെയ്തതാണ്. ആക്ച്വലി നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ കീ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നിനും ഇവിടെ തന്നെ സ്ലൈഡ്സിൽ ആൻസേഴ്സ് കൊടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു PPTയും റെഫർ ചെയ്തിട്ടില്ല. നമ്മൾ A+ സീരീസിൻ്റെ അതേ PPT തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടൻറ്റ് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതായത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും നമുക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഫൈനൽ എക്സാം നിങ്ങൾക്ക് ടഫ് ആവുകയാണെന്ന് വിചാരിക്കുക. ടഫ് ആയാൽ പോലും നിങ്ങൾക്ക് ഒരുവിധം ഒക്കെ ആ ഒരു വീഡിയോസ് വെച്ചിട്ട് തന്നെ, ആ കണ്ടൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നുള്ള രീതിയിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്. ഇൻറ്റേർണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ടു ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് സെയിം ഡോക്യുമെൻ്റ് ആണ്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കിങ് ആണ്. ഇത് എന്ത് ലിങ്കിങ് ആയിക്കോട്ടെ, ലിങ്കിങ് ഉണ്ടാക്കുന്നത് A ടാഗ് വെച്ചിട്ടാണെന്നും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഓവർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈസ്നാൻ നമ്പർ, രണ്ടും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈസ്നാൻ്റെ യൂസ് ചെയ്ത നമ്പറിൻ്റെ യൂസ് ചെയ്ത പറ്റെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഈസ്നാൻ്റെ യൂസ് എന്താ, ഒരു നമ്പർ അല്ലേ, ഒരു വാല്യൂ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. നോട്ട് എ നമ്പർ ആണെങ്കിൽ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, നമ്പർ ആണ് ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഈസ്നാൻ ഓഫ് 65, ഈസ്നാൻ ഓഫ് ബിഗ് അല്ലേ. ഈ 65 എന്ന് പറയുന്നത് നമ്പർ ആണല്ലോ, നമ്പർ ആണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുക ഫാൾസ് ആണ് എന്ന് എഴുതി വെച്ചാലൊക്കെ നല്ലതാണ്. ഈസ്നാൻ ഓഫ് ബിഗ്, ഇത് നമ്പർ അല്ലല്ലോ, നോട്ട് എ നമ്പർ ആണല്ലോ, അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണെന്നൊക്കെ എഴുതി വെച്ചാൽ നല്ലതാണ്. ജസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഈ ഈസ്നാൻ എന്താണെന്ന് എഴുതുക,
എന്നിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഈസ് ടാൻ ഓഫ് 65 ജസ്റ്റ് ഒരു എക്സാമ്പിൾ അത്ര എഴുതിയാൽ തന്നെ സംഭവം സെറ്റാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ എക്സാമ്പിളിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിളോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. കാരണം ഇനിയുള്ള ഫൈനൽ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെന്നുള്ള യൂസ് ചെയ്ത ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്പർ ഓഫ് 3 അല്ലേ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താ പറയുക, നമ്പറിലേക്ക് മാറ്റി. ഇത് നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന സ്ട്രിങ് ആണ്, അപ്പോൾ അത് നമ്പറിലാക്കി കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ഈസ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. ഇതൊക്കെ സ്ഥിരം ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ സാധനങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളൂ. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് റിലേറ്റഡ് ഫയൽസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക്, സർവർ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. അതിന് എക്സാമ്പിൾസ് 3 എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും 2 എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫയൽസില്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഡിഫൈൻ CMS അഗെയിൻ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഫൈനൽ എക്സാമിനും 100% ഇതൊക്കെ വീണ്ടും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കയറി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. CMS എന്താ, വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അല്ലേ. നമുക്ക് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. വേർഡ് പ്ലസ്, ഡ്രൂപ്പാൽ, ജൂംലയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. നമുക്ക് വേരിയസ് ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് അല്ലേ. അപ്പോൾ ഇവിടെ അതാണ് ചോദിച്ചിട്ടുള്ളത്. വേരിയസ് ലെവൽസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ് എഴുതേണ്ടത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല, ഇത് എഴുതണം നിർബന്ധമില്ല, എഴുതിയാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആ ചോദ്യമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അവിടെ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, ഇവിടെ 2 ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അല്ലേ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫിസിക്കലിൻ്റെയും ലോജിക്കലിൻ്റെയും ഡെഫിനിഷൻ എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി അറ്റ്ലീസ്റ്റ്. ഇനി പറ്റുവാണെങ്കിൽ ഇത് എഴുതിയാലും നല്ലത്. ഇത് എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2 മാർക്ക് അവിടെ വീണു. എപ്പോൾ വീണു എന്ന് വെച്ചാൽ മതി. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോളോയിങ് ടേംസ് ഡിഫൈൻ ചെയ്യാനാണ്. കാർഡിനാലിറ്റി, ഡിഗ്രി, വെരി സിമ്പിൾ. ഡിഫൈൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും എക്സാമ്പിൾസ് ഒന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഡിഫൈൻ ചെയ്താൽ മതി. എക്സാമ്പിൾ എഴുതാൻ പറ്റുവാണെങ്കിൽ നല്ലത്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ടേബിളിലെ നമ്പർ ഓഫ് റോസിൻ്റെ എണ്ണത്തിനാണ് കാർഡിനാലിറ്റി എന്ന് പറയുക. ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ എണ്ണമാണ്. ഇനി സാറേ അഥവാ എക്സാമ്പിൾ ചോദിച്ചാലോ, ഇനിയിപ്പോൾ ഫൈനൽ എക്സാമിന് എക്സാമ്പിൾ ചോദിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ടേബിൾ വരക്കുക. അഡ്മിഷൻ നമ്പർ ഉണ്ട്, ഒരു കുട്ടീൻ്റെ പേരുണ്ട്, പിന്നെന്താ മേ ബി ഏജ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടീൻ്റെ അഡ്മിഷൻ നമ്പർ 1, നെയിം അക്ഷയ്, പിന്നെ ഏജ് 21. വേറൊരു കുട്ടീൻ്റെ അഡ്മിഷൻ നമ്പർ 2, പേര് ആകാശ്, ഏജ് 20. ഇങ്ങനെ 2 ആളുണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഒരു ടേബിൾ വരച്ചു കൊടുക്കുക. ഇങ്ങനെ അല്ലേ, ജസ്റ്റ് അഥവാ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ടേബിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് എഴുതുക, സാർ കാർഡിനാലിറ്റി എത്രയാണ്, കാർഡിനാലിറ്റി എത്രയാ, ഇവിടെ 2 റോ അല്ലേ ഉള്ളത്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി എത്രയാ, കാരണം ഈ മുന്നേയുള്ള പരീക്ഷയ്ക്ക് ഇങ്ങനെ ടേബിൾ വന്നിട്ട് കാർഡിനാലിറ്റിയും ഡിഗ്രിയും ചോദിച്ചിട്ടുണ്ട്. അപ്പം വെറുതെ നിങ്ങൾ ഇത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം ബൈ ഹാർട്ട് പഠിച്ചു വെക്കരുത്. ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്, ഡിഗ്രി 3 ആണ്. കാരണം ഇവിടെ 3 കോളംസ് അല്ലേ ഉള്ളത്, അപ്പോൾ ഡിഗ്രി 3 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് സെറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ ഇന്നത്തെ എക്സാമിന് എത്ര മാർക്ക് കിട്ടുമെന്നറിയാനല്ല. കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈനൽ എക്സാം ആണ്. സോ ഫൈനൽ എക്സാമിന് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. SQLിലുള്ള അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു? SQLിലുള്ള അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് ഉള്ളത് ഒന്ന് സമ്മ്, AVG, മിന്ന്, മാക്സ്, കൗണ്ട്. ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും 4 എണ്ണം ലിസ്റ്റ് ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി, പേര് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ 82 കാറ്റഗറീസ് ഓഫ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയായിരുന്നു? 2 എണ്ണം ഉണ്ട് അല്ലേ. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്, കോപ്പി റൈറ്റ്. മക്കളെ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ നിങ്ങൾ എൻ്റെ A+ സീരീസിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, അത് കാണാമെന്നുള്ളതാണ് അല്ലേ. IPRൻ്റെ ഫുൾ ഫോം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. ഇത് 2 കാറ്റഗറീസിലുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്, കോപ്പി റൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി, കൊമേഴ്സ്, അഗ്രികൾച്ചറിൽ അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അതിൽ പാറ്റൻസ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ വരുന്നുണ്ട്. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ജനറലി ബുക്സ്, മ്യൂസിക്, പെയിൻറ്റിങ്, ഫിലിംസ്, ഇങ്ങനെ ജനറലി അപ്ലൈ ചെയ്യുന്ന സംഭവമാണ് അല്ലേ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ടോക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 ടൈപ്പ് ടോക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ടോക്കൻസ് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോഗ്രാം ആണെന്ന് ചെയ്താൽ നമുക്ക് 5 ടോക്കൻസ് ഉണ്ട്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, ഫങ്ക്ച്വേറ്റേഴ്സ്. ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യുക. കീവേഡ്സോ ഐഡൻറ്റിഫയേഴ്സോ ആണെന്നുണ്ടെങ്കിൽ അല്ല ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ. കീവേഡ്സ് ആണ് റിസർവ്ഡ് വേർഡ്സ് ആണ്, ഐഡൻറ്റിഫയേഴ്സ് യൂസർ ഡിഫൈൻഡ് നെയിംസ് ആണ്, ലിറ്ററൽസ് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡു നോട്ട് ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ് അല്ലേ, ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ് ഫോർ ഓപ്പറേഷൻ. പങ്ക്ച്വേറ്റേഴ്സ് ആണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. പറ്റുമെങ്കിൽ ഓരോന്നിനും ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കണേ. നിങ്ങൾ ഇപ്പോൾ കീവേഡ്സ് ഐഡൻറ്റിഫയർ ആയിരുന്നുണ്ടെങ്കിൽ അതിന് 1-2 എക്സാമ്പിൾസ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളെ ഐഡിയ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് യെസ്, ഇത് മേ ബി നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവും. ഈ ഗോഡ്സ് ഓൺ കൺട്രി ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ വീഡിയോസിൽ എന്തിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു അറേ തന്നു A of 25, എന്നിട്ട് എൻ്റർ എ സ്ട്രിങ്, ഒരേ സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് സീന് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് സീന് വെച്ചിട്ട് സ്ട്രിങ് റീഡ് ചെയ്താൽ സ്പേസ് റീഡ് ആവുമോ? ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ഓൺസ് എന്നുള്ള അടിക്കുമ്പോൾ ഈ ഗോഡ്സ് മാത്രമല്ലേ ഇൻപുട്ടായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മളെ 25 സൈസുള്ള അറേയിൽ ഗോഡ്സ് മാത്രമല്ലേ സ്റ്റോർ ആവുള്ളൂ. ഈ ഓൺ കൺട്രി സ്റ്റോർ ആവുമോ? സ്റ്റോർ ആവില്ല. അപ്പോൾ സീന് വെച്ച് റീഡ് ചെയ്താൽ അല്ലേ, ജസ്റ്റിഫൈ യുവർ ആൻസർ. സീന് വെച്ചിട്ട് റീഡ് ചെയ്യുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കുന്നത്. ജസ്റ്റിഫൈ ചെയ്യാനും പറയുന്നുണ്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഗോഡ്സ് എന്ന് മാത്രമായിരിക്കും. കാരണം സീന് വെച്ചിട്ട് ഇത് മൊത്തം റീഡ് ചെയ്യാൻ പറ്റില്ല. സീന് വെച്ചിട്ട് ഇത് റീഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഗോഡ്സ് മാത്രമേ കിട്ടൂ. കാരണം ഗോഡ്സ് കഴിഞ്ഞിട്ട് സ്പേസ് ഇടുന്നുണ്ട്. കാരണം സീൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പേസ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഔട്ട്പുട്ട് വിൽ ബി ഗോഡ്സ് ബിക്കോസ് സീൻ സ്റ്റോപ്സ് റീഡിങ് വെൻ സ്പേസ് ഈസ് ടൈപ്പ്ഡ് ഇൻ. ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ എന്താണ് സംഭവം? പെർഫെക്റ്റ് ആണ്. ഓക്കെ അല്ലേ? എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് ഇൻ സ്ട്രിങ് ഫങ്ഷൻസ് ഇൻ C++. മക്കളെ ഏതൊക്കെയാണ് സ്ട്രിങ് ഫങ്ഷൻസ്? strlen, strcpy, strcat, strcmp, strcmpa. ഓരോന്നിൻ്റെ യൂസ്. strlen ലെങ്ത് കാണാനാ അല്ലേ? ഏതാ ചോദിച്ചാൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഏതെങ്കിലും 3 ഇതിൽ ഏതെങ്കിലും 3 അതിന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്തിൻ്റെ ഏതെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ. strlen ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ strlen ഓഫ് strcpy S2 S1 ഇങ്ങനെ എഴുതിയാൽ S1 S2ലേക്ക് കോപ്പി ആകും. strcat S1 S2 ഇങ്ങനെ എഴുതിയാൽ S2 S1ലേക്ക് ജോയിൻ ആവും. strcmp S1 S2 രണ്ടും കമ്പയർ ചെയ്യും. strcmpi S1 S2 രണ്ടും കേസ് ഇഗ്നോർ ചെയ്ത് കമ്പയർ ചെയ്യും. ഇങ്ങനെയൊക്കെ എഴുതിയാൽ സംഭവം പെർഫെക്റ്റ് ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് മിനിമം ഈ 3 അല്ലേ, ഏതെങ്കിലും 3 അതിൻ്റെ യൂസ്. ആ രീതിയിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന ഏറ്റവും മിനിമമാണ്. ഏറ്റവും മിനിമം ഇതിൽ 3 അതിൻ്റെ യൂസ് എന്നുള്ള രീതിയിൽ എഴുതുക. ഇനിയല്ല പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ സംഭവം എന്താണ്? സംഭവം അടിപൊളിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിൻ്റെ കൂടെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ കൂടെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. എടാ ഇതിന് എക്സാമ്പിൾ എഴുതണ്ടേ സാറേ? എടാ ഇതിന് എക്സാമ്പിൾ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വലിയ കോഡൊക്കെ എഴുതേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, തൽക്കാലം ഇതിൻ്റെ എക്സാമ്പിൾ എഴുതണ്ട. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഡ് അവർ തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഏതാണ്, ഫോർമൽ ആർഗ്യുമെൻ്റ് ഏതാണ്. അപ്പോൾ തൽക്കാലങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാമ്പിളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇവിടെ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ എക്സാമ്പിൾ എഴുതാൻ പോകണ്ട. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ കോഡൊക്കെ എഴുതിയിട്ട് എക്സാമ്പിൾ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനൽ എക്സാമിന് മേ ബി ഇവിടുന്ന് മാറ്റി ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ കോഡ് തന്നിട്ട് അതിൽ ഏതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് ഏതാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് ഒരു ചോദ്യം അവർ ചോദിക്കാം. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ A+ സീരീസിൻ്റെ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് അല്ലേ, HTML ഏതൊക്കെ ടൈപ്പ് ലിസ്റ്റ് ഉണ്ട് എന്നുള്ളത് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വീഡിയോസിൽ ഈ ഒരു സ്ലൈഡ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർഡർഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡർഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ OL, അൺഓർഡർഡ് ലിസ്റ്റ് ആണ് UL, ഡെഫിനിഷൻ ലിസ്റ്റ് ആണ് DL. OLൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പും സ്റ്റാർട്ടും ആണ്. അൺഓർഡറിൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പാണ്. ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലേ, DLന് ആട്രിബ്യൂട്ടൊന്നും പഠിക്കാനില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഓർഡർഡ് ലിസ്റ്റ് അല്ലേ, ഇങ്ങനെ ബുള്ളറ്റ് വരുന്നതാണ് അൺഓർഡർഡ് ലിസ്റ്റ്, ഇങ്ങനെ ടേം ഡെഫിനിഷൻ വരുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്.
ഇതാണ് ആക്ച്വലി ഈ ചോദ്യത്തിൽ എഴുതേണ്ടത്. പക്ഷേ ഈ ടേബിൾ പോലെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ഒരു ഓവർവ്യൂ പോലെ ഓർത്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. വേർഡ്സിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക, 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ഓർ ഗ്രാഫിക് ഐറ്റം ആണ് വരിക. അത് UL വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, LI വെച്ചിട്ടാണ് അതിൻ്റെ ഐറ്റംസ് കൊടുക്കുന്നത്, അതിൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പാണ് അല്ലേ. ജസ്റ്റ് വേർഡ്സിൽ എഴുതി കൊടുക്കുക. ഓക്കെ, കാരണം ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് എഴുതേണ്ടി വരും. LI വെച്ചിട്ട് ഐറ്റംസ് കൊടുക്കുക, ഇതിൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പും സ്റ്റാർട്ടും ആണ്. പിന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് ആണെങ്കിൽ ടേംസ് ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ബുള്ളറ്റ് സിമ്പിളൊന്നും ഉണ്ടാവില്ല. ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് DL വെച്ചിട്ടാണ്, ടേംസ് കൊടുക്കുന്നത് DT വെച്ചിട്ടാണ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് DD വെച്ചിട്ടാണ്. ഈ രീതിയിലൊരു ഡെഫിനിഷൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. ഡിസ്ക്രൈബ് എനി 3 വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട്. യെസ്, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ് അല്ലേ. ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. പാസ്വേഡ് കൊടുത്താൽ ഇങ്ങനെ ഒരു പാസ്വേഡ് ബോക്സ് ഉണ്ടാവും. ചെക്ക് ബോക്സ് കൊടുത്താൽ ചെക്ക് ബോക്സ് ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പിൻ്റെ ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ആണ്. ഏതെങ്കിലും 3 വാല്യൂസേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാം കൂടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോന്നായിരിക്കുമല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആൻസർ കീയിൽ എന്ത് ചെയ്യുന്നത്, എല്ലാം പറയുന്നത്. ഇതിലേതെങ്കിലും 3 വാല്യൂസ് എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. പിന്നെ എഗെയിൻ ഡാറ്റ ടൈപ്സ്, ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ഇതെന്തെന്നാ, ഇത് ജാവാസ്ക്രിപ്റ്റിലെ നമ്പർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. കാരണം ജാവാസ്ക്രിപ്റ്റിൽ ഇൻറ്റും ബൂളിയനും ഇൻറ്റും ഫ്ലോട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഡബിൾ കോഡ്സിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റിൽ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ടായിരുന്നു? 3 നമ്പർ, സ്ട്രിങ്ങും ബൂളിയൻ. പിന്നെ ഈ ട്രൂ എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഇത് ബൂളിയനാണ്. ഡബിൾ കോട്ട്സ് ഒന്നും ഇല്ലല്ലോ, അത് ബൂളിയനാണ്. സാർ ഇതേതാ? 20.5 ഫ്ലോട്ട് അല്ലേ. അങ്ങനെ ഉണ്ടോ? ഫ്ലോട്ടൊന്നും ഇല്ല. ജാവാസ്ക്രിപ്റ്റിൽ നമ്പർ മാത്രമേ ഉള്ളൂ, എല്ലാം നമ്പറാണ്. അവിടെ അങ്ങനെ വർഗീയതയൊന്നും ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ്സിൽ ഡി. ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് കൊടുത്താലും, ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആണ്. പിന്നെ ഫാൾസോ? സാർ ഫാൾസ് ബൂളിയൻ അല്ലേ. അല്ല, ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് കൊടുത്താലും അതെന്താണ്? സ്ട്രിങ് ആണ്. ഓക്കെ അല്ലേ. ഇതാണ് നമ്മളെ ഡാറ്റ ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോന്ന് എഴുതുക, അത് ഏത് ഡാറ്റ ടൈപ്പാണെന്ന് എഴുതിയാൽ മതി. ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെന്താ, കൺസ്ട്രെയിൻസ് SQL ചോദിച്ചിട്ടുണ്ട്. 4 കൺസ്ട്രെയിൻസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കോളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന റൂൾസ് ആണ്. നമുക്ക് ഇത്രയും കൺസ്ട്രെയിൻസ് ഉണ്ട് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അല്ലേ ഏതെങ്കിലും 4 ഇത്രയും കൺസ്ട്രെയിൻസ് എഴുതണമെന്നില്ല. കൺസ്ട്രെയിൻസിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഏതെങ്കിലും 4 കൺസ്ട്രെയിൻ്റെ പേര് എഴുതിയാൽ മതി. ശ്രദ്ധിക്കുക, ലിസ്റ്റ് ചെയ്താൽ മതി. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കേട്ടോ. ഈ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യില്ല, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ചോദിച്ചിട്ടില്ല. ഓക്കെ അല്ലേ. ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ്. വേറൊരു ചോദ്യം, ഇത് മേ ബി ചില കുട്ടികളെല്ലാം പാനിക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് സാധാരണ SQL ചോദിക്കുന്ന ഒരു ലെവലിലൊന്നും എത്തിയിട്ടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ആട്രിബ്യൂട്ട്സ് അഡ്മിഷൻ നമ്പർ. ഇതിനേക്കാൾ എത്രയോ ടഫ് ക്വസ്റ്റ്യൻസ് എന്തിട്ടുണ്ട്, നമ്മൾ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്മിഷൻ നമ്പർ, നെയിമും ബാച്ച്, മാർക്ക്. അതായത് ഇവർ തന്നത് എന്താണെന്ന് ആദ്യം നിങ്ങളങ്ങ് മനസ്സിലാക്കണം, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ടേബിളിൽ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സാധനം ജസ്റ്റ് വരച്ച് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂലേ. അഡ്മിഷൻ നമ്പർ, പിന്നെന്താ, നെയിം ഉണ്ട്, പിന്നെന്താ, ബാച്ച് ഉണ്ട്, പിന്നെ മാർക്ക്. ഇങ്ങനെ 4 ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ടേബിൾ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. കൺസിഡർ ചെയ്തോ, പിന്നെ പ്രശ്നം തീർന്നില്ലേ. കൺസിഡർ ചെയ്തോ. റൈറ്റ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ ഫോളോയിങ്. ഓക്കെ, അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദ ഫോളോയിങ്. വെരി സിമ്പിൾ അല്ലേ. ഇങ്ങനൊരു സാധനം ഞാൻ പറയുന്നതാണ്. ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സാറേ അതിന് എല്ലാ സ്റ്റുഡൻസിനെയും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ തന്നിട്ടില്ലല്ലോ. ശരിയാണ്. ഇപ്പോൾ നിങ്ങളങ്ങ് അസ്യൂം ചെയ്യണം ഇവിടെ കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, കുറച്ച് വാല്യൂസ് ഇവിടെ ഉണ്ട്, കുറച്ച് ടപ്പിൾസ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളങ്ങ് അസ്യൂം ചെയ്തോ. എന്നിട്ട് അതിന് കുറേ എഴുതിയാൽ മതി. ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? സെലക്ട് അല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് അല്ലേ. ടേബിളിൻ്റെ പേരെന്താ? സ്റ്റുഡൻ്റാന്ന് പറഞ്ഞിട്ടില്ലേ. ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. റിമൂവ് സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് വേർ മാർക്ക് ലെസ് ദാൻ 40. മാർക്ക് ലെസ് ദാൻ 40, അതായത് ഇവിടെ ഉണ്ടാവുമല്ലോ കുട്ടികളുടെ മാർക്ക്, അത് ലെസ് ദാൻ 40 ആയവരെ റിമൂവ് ചെയ്യുക. ഏത് കമാൻഡ് വെച്ചിട്ടാ? ഡിലീറ്റ് അല്ലേ. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ മാർക്ക് ലെസ് ദാൻ 40 അല്ലേ. പിന്നെന്താ? അപ്ഡേറ്റ് ദ ബാച്ച് ഫ്രം കൊമേഴ്സ് ടു ഹ്യൂമാനിറ്റീസ്. ഇവിടെ ഇപ്പോൾ
ഇപ്പം കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മളിപ്പം തൽക്കാലം വാല്യൂസ് ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ വെറുതെ അങ്ങ് വിചാരിച്ചോ ഇവിടെ ആരൊക്കെയോ ഉണ്ട് കൊമേഴ്സ് പഠിക്കുന്നത്, ഓരോ ഹ്യൂമാനിറ്റീസ് ആക്കി മാറ്റണം. എങ്ങനെയാ മാറ്റുക? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ബാച്ച് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് ആക്കണം. ആരത് കണ്ടീഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പിടിച്ച് മാറ്റരുത്. വേറെ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ്. ഇപ്പോൾ കൊമേഴ്സ് ആയിട്ടുള്ളവരെ എന്ത് ചെയ്യണം? ഹ്യൂമാനിറ്റീസ് ആക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മേ ബി ചില ആൾ വിട്ടുപോയിട്ടുണ്ടാവും, ഈ ഡബിൾ കോഡ്സ് നിർബന്ധമാണ്. ഡബിൾ കോഡ്സ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഡബിൾ കോഡ്സ് വേണം, ഈക്വൽ ടു കൊമേഴ്സ് കൊടുക്കുമ്പോഴും ഡബിൾ കോഡ്സ് വേണം. സാറേ ഡബിൾ കോഡ്സ് എഴുതാൻ മറന്നുപോയി, പ്രശ്നമൊന്നുമില്ല, തൽക്കാലം മാർക്കൊന്നും കുറയ്ക്കൂല എന്ന് വിചാരിക്കുക. പക്ഷെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? ഓർത്ത് എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻ എൻ ERP സിസ്റ്റം. ഫങ്ഷണൽ യൂണിറ്റ്സ് നമ്മൾ വീഡിയോയിൽ ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഡെഫിനിഷൻ, ഇത്രയും ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട് സാർ, എക്സ്പ്ലനേഷൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കമൻ്റായിട്ട്. അപ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് അങ്ങനെ അത് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. കണ്ട, എനി 3. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കണ്ട, ഏതെങ്കിലും ഒരു 2 or 3 ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 3 എക്സ്പ്ലനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. HR മൊഡ്യൂളിൽ എന്തൊക്കെ വരും? HR മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ ഹ്യൂമൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരിക അല്ലേ. പിന്നെ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളെ സ്റ്റോക്കിൻ്റെ ലെവല് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. പർച്ചേസിങ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ എന്ത് ചെയ്ത് വെക്കുക? ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഈ സംഭവങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്സ്പാൻഡ് മാത്രമല്ലേ, മറന്നു പോകരുത്. എക്സ്പാൻഡ് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മാർക്ക് 1.5 ഒക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. എക്സ്പാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഉണ്ട്, ശ്രദ്ധിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? SMS എന്താ? അലൗസ് എക്സ്ചേഞ്ച് ഓഫ് ഷോർട്ട് മെസ്സേജസ്, അത്രേ ഉള്ളൂ. ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. MMS മൾട്ടിമീഡിയ മെസ്സേജ് ആണ്, അതിൻ്റെ ജസ്റ്റ് അല്ലേ മൾട്ടിമീഡിയ കണ്ടൻസ് സെൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഇമേജ്, ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ്. അത് എർത്തിലെ ജോഗ്രഫിക്കൽ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. എന്താ ജമ്പ് സ്റ്റേറ്റ്മെന്റ്? യൂസ് ടു ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനല്ലേ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി 2 ടൈപ്പ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറഞ്ഞാലോ നമുക്ക് 4 ഉണ്ട്. ഗോ ടു ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സാറേ എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. അതായത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി, എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം വെറും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ടു എ ലേബൽ. ബ്രേക്ക് ആണെങ്കിൽ ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ടു ഔട്ട്സൈഡ് ലൂപ്പ് ഓർ സ്വിച്ച് അല്ലേ. പിന്നെന്താ? കണ്ടിന്യൂ, നേരെ പ്രോഗ്രാം കൺട്രോൾ നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കോളിംഗ് പ്രോഗ്രാം എന്ന് ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അല്ലേ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കോമ്പണൻസ്. DBMSൻ്റെ കോമ്പണൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. കോമ്പണൻസ് ഏതൊക്കെയാണ് DBMSൻ്റെ? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസർ, പ്രൊസീജിയർ. എത്രണ്ണമാണ് ചോദിച്ചത്? 4 ആണ്. 5 ഉണ്ട്, 4 ഏതെങ്കിലും 4 എഴുതിയ മാർക്കാണ്. ഏതെങ്കിലും 4 എഴുതിയാൽ 2 മാർക്കാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് DBMSൻ്റെ 6 അഡ്വാൻറ്റേജ്. സാധാരണ 5 ചോദിക്കൽ, ഇപ്രാവശ്യം ഒന്ന് മാറ്റി 6 ആക്കി. അതിനുള്ള കാരണം എന്താ വെച്ചാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഒരു വിചാരിച്ചിട്ടുണ്ടാവുക ഒരു അഡ്വാൻറ്റേജിന് 1/2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 6 അഡ്വാൻറ്റേജ്. അതായിരിക്കും ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ 6 അഡ്വാൻറ്റേജസ് എഴുതണം. റൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അഡ്വാൻറ്റേജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നുണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും അല്ലേ. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഓവറോൾ കംപ്ലീറ്റ്നെസ്സിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആരും ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നില്ല എന്ന്, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രാഷ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോൾ നമ്മൾ പറയുന്നതാണ്. ഒരു മാത്സ് റിലേറ്റഡ് ഇക്വേഷൻസിൻ്റെ കോഡ് എഴുതാൻ ചോദിക്കാറുണ്ട്. a+b² = a² + 2ab + b². എങ്ങനെയാണ് കോഡ് ചെയ്യുക? a+b കഴിഞ്ഞിട്ട് ഹോൾ സ്ക്വയർ മേലെ വരണമെങ്കിൽ SUPൻ്റെ ഉള്ളിലിടുക. ഈക്വൽ ടു ഇവിടെ 2ab ആണ്.
ഈക്വൽ ടു സോറി എ സ്ക്വയർ പ്ലസ് അല്ലേ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈക്വൽ ടു എ സ്ക്വയറിൻ്റെ 2 മേലെ കൊടുക്കണം. അപ്പോൾ അത് എസ് യു പിൻ്റെ ഉള്ളിൽ അല്ലേ. പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഈ ബി സ്ക്വയറിൻ്റെ സ്ക്വയർ മേലെ വരണമെങ്കിൽ ഈ 2നെ വീണ്ടും എസ് യു പിൻ്റെ ഉള്ളിലിടുക. എപ്പോഴാണോ മേലെ കൊടുക്കേണ്ടത് അത് എസ് യു പിൻ്റെ ഉള്ളിലിടുക. ഇനി താഴെയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് എസ് യു പിൻ്റെ ഉള്ളിലിടാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, H2SO4 എങ്ങനെ കൊടുക്കുക, H2SO4 എങ്ങനെ കൊടുക്കുക, H കഴിഞ്ഞ് 2 താഴെ വരണമെങ്കിൽ എസ് യു ബിൻ്റെ ഉള്ളിലിടുക അല്ലെ. SO4 താഴെ വരണമെങ്കിൽ അഗെയിൻ എസ് യു ബിൻ്റെ ഉള്ളിലിടുക. അത്രയേ ഉള്ളൂ. നമ്മൾ പലതവണ ചെയ്ത ചോദ്യമാണ് അല്ലേ. 6 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണ്, ഒന്ന് ബി, ഒന്ന് ഐ, ഒന്ന് യു, ഒന്ന് എസ് ആൻഡ് എസ് യു പി ഇതൊക്കെയാണ് അല്ലേ. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ലിസ്റ്റ് ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ വേണ്ട, ജസ്റ്റ് പേര് എഴുതിയാൽ മതി, മാർക്കാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, ഇത് അറിയാതെ സ്കിപ്പ് ചെയ്ത് പോയതാണ് ആക്ച്വലി. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നേരെ അറിയാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയതാണ്. സി ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക, i = 1, i <= 3, i++. അങ്ങനെയാണ് നമുക്കറിയാം. i 1ലും 2ലും 3ലും വർക്ക് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ഓരോ പ്രാവശ്യം സി ഔട്ട് ആയി ഇട്ടിട്ട് /t ആണ്. അതായത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്, 1 കഴിഞ്ഞിട്ട് അല്ലേ. പിന്നെ അതിൻ്റെ വാല്യൂ 2, ഇപ്പോൾ 2 പ്രിൻ്റ് ചെയ്യും, പിന്നെ 3 അല്ലേ. ഓരോന്നിൻ്റെ ഇടയിൽ കണ്ടാവും കുറച്ച് സ്പേസ്, കാരണം ഇവിടെ /t എന്ന് വരുന്നുണ്ട്. ഇതായിരുന്നു വരേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ 5 = 2ൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നുണ്ട്. 5 = 2ൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നേരെ i = 2 ആകുമ്പോൾ i++ലേക്ക് പോകില്ലേ. അപ്പോൾ i = 2 ആകുന്ന സമയത്ത് ശരിക്കും ഇത് വർക്ക് ചെയ്യുമോ? i = 2 ആവുന്ന സമയത്ത് സി ഔട്ട് ഐ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമോ? ചെയ്യൂല. ഓക്കെ, അത് ചെയ്യൂല. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ കിട്ടും? ഈ 2 അവിടെ വർക്ക് ചെയ്യുമോ? 2 വർക്ക് ചെയ്യൂല. 3 മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ. സോ 1 കഴിഞ്ഞിട്ട് അല്ലേ ഒരു ടാബ് സ്പേസ് ഇട്ടിട്ട് 3യും വരും, ടാബ് സ്പേസ്. ഇതായിരിക്കും ഔട്ട്പുട്ട്. 1 2 3 എന്ന് എഴുതിയാൽ തെറ്റാണ്, തെറ്റ് തന്നെ ഇടും കേട്ടോ. 1 2 3 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 1 3 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം 1 2 കൂടെ വരുമ്പോൾ അല്ല, ഈ i = 2ൽ കണ്ടിന്യൂ നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ i = 2ൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ 2 ഡിസ്പ്ലേ ആവില്ല. അതിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ നേരെ i++ അടിക്കും, 3ലേക്ക് പോകും. 3 ആകുമ്പോൾ നോർമലി എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 1ഉം 3ഉം ആണ്. ഓക്കെ, അത് അറിയാതെ വിട്ടുപോയതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്കും പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ, എക്സാമൊക്കെ എഴുതുമ്പോൾ. എന്തായാലും പ്രശ്നമല്ല, ഇത് വിട്ടുപോയി കഴിഞ്ഞാലും പ്രശ്നമല്ല. ഇത് മോഡൽ എക്സാമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്ക് പഠിക്കാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, നമ്മളെ ഫൈനൽ എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മളെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ എന്ത് ചെയ്ത് കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്സുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.